ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ആണെന്നാണ്. എന്നാൽ ജീവിതത്തിലെ അനുഭവങ്ങളും സാഹചര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ശത്രു എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തായിട്ടിരിക്കുന്ന വ്യക്തിയോ സാഹചര്യമോ സമൂഹമോ നമ്മുടെ തന്നെ ഉള്ളിൽ വരുന്ന ചിന്തകളോ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ശത്രുവിനെ നമ്മൾ പകയ്ക്കും, അത് നാച്ചുറലാണ്. ആരും അവരുടെ ശത്രുക്കളെ സ്നേഹിക്കാറില്ല. ശത്രുവിനെ നമ്മൾ പകയ്ക്കും. പക്ഷെ നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്, ഏതാണ് എന്നത് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകം കോമണായിട്ട് ആ ശത്രുവിനെ വിളിക്കുന്ന പേരാണ് സാത്താൻ. സമാധാനത്തിൻ്റെ ദൈവമോ ശത്രുവിനെ നിങ്ങളുടെ കാൽക്കീഴായി ചതച്ച് കളയും എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സാത്താനെ ചതച്ച് കളയും എന്നാണ്. സാത്താൻ എന്താണ് ചെയ്യുന്നത്? സാത്താൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പക, പിണക്കം, കയ്പ്, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയം ഞെരുങ്ങി നമ്മൾ ഭാരപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും വ്യക്തികളെ സാത്താൻ നമുക്കെതിരെ തിരിച്ച് ഉപയോഗിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിലേക്ക് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാത്താൻ വ്യക്തികളെ ഉപയോഗിച്ച് കർത്താവിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി പാപത്താൽ മരണത്തിന് അധീനപ്പെട്ടു പോയി, സാത്താൻ്റെ അടിമയായി തീർന്നു. എന്നാൽ ഇനിയൊരു പുതിയ സൃഷ്ടി ആരംഭിക്കണം. ആ പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ കൂടിയായിരിക്കും. ആ പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ടതും അടക്കപ്പെടേണ്ടതും ഉയർത്തെഴുന്നേൽക്കേണ്ടതും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. ആ ഒരു പുതിയ സൃഷ്ടിയുടെ ലക്ഷ്യത്തിലേക്ക് കർത്താവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളും അടയാളങ്ങളുമാണ് കർത്താവ് ചെയ്യുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ വഴിയിൽ ഒരു വ്യക്തി അവന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് കാഴ്ചശക്തിയില്ല. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ്റെ ഫാദറിൻ്റെ അനുഗ്രഹം കിട്ടില്ല. അവൻ്റെ ഫാദറിൻ്റെ ഇൻഹെറിറ്റൻസിനകത്ത് വസ്തുവകകൾക്കകത്ത് നിന്ന് ഒരു പങ്കും ലഭിക്കില്ല. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവനെ സിനഗോഗിൻ്റെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. കാഴ്ചയില്ലാത്തത് കൊണ്ട് വരാനിരിക്കുന്ന രാജ്യത്തിലും അവനുണ്ടാവില്ല എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അവൻ പാപത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന് ഭാര്യയില്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന് മക്കളില്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് അവനൊരു കുടുംബജീവിതമില്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് അവനൊരു ജോലിയില്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ തെരുവിലിരിക്കുകയാണ്. അവനൊരു വലിയ വീടോ ആഡംബരത്തിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ഇല്ല. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ ഭിക്ഷ യാചിക്കേണ്ട ഗതികേടിലാണ്. കർത്താവായ യേശുക്രിസ്തു അവനെ കാണുന്ന സമയത്ത് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോട് അവൻ പറയാണ്, എന്താണ് പറയുന്നത്? യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പ്രാർത്ഥനയല്ല. പല പ്രാർത്ഥനകളും ആളുകൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ കാഴ്ചയില്ലാത്ത വ്യക്തിയെ പ്രാർത്ഥിച്ചത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല. അവൻ സിനഗോഗിൽ പോകുന്നില്ലെങ്കിലും അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്. ഏത് കാര്യങ്ങളെക്കുറിച്ച്? വരാനിരിക്കുന്ന മെസ്സിയയെക്കുറിച്ച്, ഇസ്രായേലിനെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേലിൻ്റെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയിൽ മുഴുവനും നീതി വരുന്ന ഒരു ദൈവരാജ്യം വരും എന്നതിനെക്കുറിച്ചും ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. അത് വരാൻ പോകുന്നത് ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ കൂടിയായിരിക്കും എന്നത് പ്രവചനമാണ്. അത് വരാൻ പോകുന്നത് ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുന്ന മിശിഹായിൽ കൂടിയായിരിക്കും. മിശിഹ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. രാജാവ്. പക്ഷേ ആ രാജാവിന് ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ മിശിഹ എന്ന് പറയുന്ന വാക്കിൻ്റെ ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് അഭിഷക്തൻ എന്നാണ്, അഭിഷേകം ഉള്ളവൻ. അപ്പോൾ അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ അവർ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയാണ് അഭിഷേകം ചെയ്തിരുന്നത്. പക്ഷേ ഈ മിശിഹ എന്ന് ഇവരിപ്പോൾ കാത്തിരിക്കുന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ കേവലം ഒരു രാജാവായിരിക്കില്ല,
അവൻ ഇവരെ റോമിൻ്റെ ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്ന ഒരു രാജാവായിരിക്കും. പിന്നെ അവൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ രാജ്യം മാതിരി വിസ്താരമുള്ളതായിരിക്കും. അവിടെ സമാധാനം ഉണ്ടാകും. ആ രാജ്യത്തിൽ എല്ലാ ഇസ്രായേലിയരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാലഘട്ടത്തിൽ മാത്രമേ ഇസ്രായേൽ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സാഹചര്യം വാസ്തവത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് രാജാക്കന്മാരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ ആ രാജാവ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിപ്പോവും, അല്ലെങ്കിൽ എല്ലാ ജനതയും ഒരുമിച്ചായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ദാവീദിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ ദാവീദ് ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്ന ടെറിട്ടറിയിലെ ഒട്ടുമിക്ക ഏരിയാസ് മുഴുവൻ പിടിച്ചടക്കി എന്ന് മാത്രമല്ല, ആ ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആരാധന മാത്രം. ഇസ്രായേൽ മക്കളെ 12 ഗോത്രങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ യെരൂശലേമിൽ ആരാധിക്കുന്ന ഒരവസ്ഥ അവനുണ്ടാക്കാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ മൂലമുണ്ടായി. കാരണം അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയം ഇടിപ്പ് അറിയുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് അധികം ക്ലോസ് ബന്ധമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ രാമൻ എന്നൊക്കെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ ചില ഇവർക്കൊക്കെ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു വലിയൊരു രാജാവാണ്. എന്ന് പറഞ്ഞാൽ വളരെയധികം കാഴ്ചപ്പാടും പ്രവചനങ്ങളും ദൈവത്തിൻ്റെ അറിവും. അവനൊരു പ്രവാചകനാണ്. സങ്കീർത്തനങ്ങൾ മുഴുവനും അതിലൊരു 3/4 പങ്കും അവനാണ് രചിച്ചിരിക്കുന്നത്. പിന്നെ അവന് രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനല്ലെങ്കിലും ഒരു പൗരോഹിത്യ വിളിയോടെ ദൈവം അവനെ വിളിക്കുന്നതായിട്ട് നമുക്ക് സങ്കീർത്തനം 110 കാണാനായിട്ട് സാധിക്കും. അതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ദാവീദ് ദൈവത്തോട് വളരെ അടുത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു രാജാവ് ആ കുടുംബത്തിൽ നിന്ന് വീണ്ടും വരും. ആ രാജാവിൻ്റെ കാലഘട്ടത്തിലായിരിക്കും ഇസ്രായേൽ എല്ലാവരും ഒരുമിച്ച് വരിക, 12 ഗോത്രങ്ങളും. ഈ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ കർത്താവ് 12 ശിഷ്യന്മാരെ എടുക്കുന്നു. ഈ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് വരുമെന്ന് മാത്രമല്ല, അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും, അവരെല്ലാവരും ദൈവത്തെ അറിയും, അവരെല്ലാവർക്കും ദൈവവുമായിട്ട് ബന്ധമുണ്ടാകും, അവരുടെ ആലയത്തെ പുതുക്കും എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് ഈ ആലയം നിൻ്റെ രാജ്യം എന്നാണ് യഥാസ്ഥാനപ്പെടുന്ന ഈ ആലയത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലാണ് ശിഷ്യന്മാർ കർത്താവിനോട് സംസാരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്ന ഈ ആലയം ഏറെ നാൾ നിൽക്കാൻ പോകുന്നില്ല, അതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. കാരണം മെഷിയ വരുമ്പോൾ നടക്കേണ്ട കാര്യമാണ് ഈ ആലയം ശരിയായിട്ട് നല്ല രീതിയിൽ പണിത് അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്ന കാര്യം. പക്ഷേ മെഷിയ ആയിരുന്ന യേശു പറയുന്നത് ഈ ആലയം, നിങ്ങളിപ്പോൾ കല്ലും മണ്ണുകൊണ്ട് കാണുന്ന ഈ ആലയം എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടും, റോമക്കാർ വന്ന് അതിനടിച്ച് തകർക്കും കുറച്ചുകൂടെ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ. പക്ഷേ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരത്തെയും കൂടിയാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന ആ ആലയം തകർക്കപ്പെടും, പക്ഷെ എന്നാൽ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയെ പണിയുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ മുഴുവനും ആ പുതിയ സൃഷ്ടിയിലേക്ക്, ആ പുതിയ സൃഷ്ടിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേലിനെയും അന്യജാതിക്കാരെയും ഈ ലോകത്തെ മുഴുവനും പ്രപഞ്ചത്തെ തന്നെയും എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ആ ആഴത്തിൽ വെളിപ്പാട് അവിടെയുള്ള ആളുകൾക്ക് അന്ന് ലഭിച്ചിട്ടില്ല. അതിൻ്റെ ആ ആഴത്തിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ദാവീദിനെ പോലെയുള്ള ഒരു രാജാവ് ഇവരെ യഥാസ്ഥാനപ്പെടുത്തും, റോമക്കാർക്കെതിരെ ജയം പ്രാപിക്കും, ഇവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയൊരു സാഹചര്യം ഉണ്ടാകും. ആ രാജ്യത്തിന് എൻഡ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ വിസ്താരം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള രാജ്യമായിരിക്കും, ഇസ്രായേൽ ലോകത്തെ ഭരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഇമാജിൻ ചെയ്യുന്നത്. അതാണ് ഇവരുടെ മനസ്സിനകത്ത്, അവിടെയുള്ള ആളുകളുടെ എല്ലാം മനസ്സിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ദാവീദേ, അല്ലെങ്കിൽ ദാവീദിനെ പോലുള്ള രാജാവേ എന്നാണ് അവൻ വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് എന്താണ്? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ മിശിഹായ്ക്കുള്ളൊരു ടൈറ്റിലാണ്. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ ദാവീദിനോടാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്, നിൻ്റെ കുടുംബത്തിലായിരിക്കും ആ ഇസ്രായേലിനെ വിടുവിക്കാൻ വരുന്ന മെഷിഹ, ഇസ്രായേലിനെ സ്വതന്ത്രമാക്കാൻ വരുന്ന മെഷിഹ വരാൻ പോകുന്നത്. നിന്നിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ ആ വംശത്തിലായിരിക്കും ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിലേക്ക്, ആദാം നഷ്ടപ്പെടുത്തിയ അനുഗ്രഹം. ആദാമിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു? അവൻ എന്നേക്കും ജീവിക്കും, ഇമ്മോർട്ടാലിറ്റി. അതായിരുന്നു ആദാമിൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹം ആദാം നഷ്ടപ്പെടുത്തി. ആ അനുഗ്രഹവുമായിട്ട് വീണ്ടും ദൈവം പല ആളുകളെയും സമീപിച്ചു. നോഹയെ സമീപിച്ചു, അബ്രഹാമിനെ സമീപിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ വംശത്തിൽ നിന്നായിരിക്കും ഈ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക്, എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കാത്ത ഒരവസ്ഥയിലേക്ക്. ശാപം മൂലം, ആദാമിന് ദൈവം കൊടുത്ത ശാപം മൂലം മാനവരാശി മുഴുവനും മരണത്തിനും
ദ്രവത്വത്തിനും കീഴിലായി. ഈ പ്രപഞ്ചം മുഴുവനും ദ്രവത്വത്തിൻ്റെ കീഴിലായി. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ദ്രവത്വത്തിൽ നിന്നും മാനവരാശിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ആണ് ഈ അനുഗ്രഹം കൊടുക്കുന്നത്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ശാപത്തെ റിവേഴ്സ് ചെയ്യും. ശാപം വന്നത് പാപം മൂലമെങ്കിൽ പാപത്തെ റിവേഴ്സ് ചെയ്ത്, ശാപത്തെ റിവേഴ്സ് ചെയ്ത്, ശാപം മൂലം വരുന്ന മരണത്തെയും ദ്രവത്വത്തെയും റിവേഴ്സ് ചെയ്ത് ദൈവത്തിൻ്റെ ആ അനുഗ്രഹ അവസ്ഥ എന്ന് പറയുന്നത് ജീവൻ വ്യാപരിക്കുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ജീവനും വ്യാപരിക്കുന്ന അവസ്ഥ, ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന അതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ വീണ്ടും കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം പല ഉടമ്പടികളും ചെയ്യുന്നത് അതിലേക്ക് മനുഷ്യരെ നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ അബ്രഹാമുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളിലേക്കും ഈ ജീവൻ വ്യാപരിക്കും. ശാപം മൂലം വരുന്ന മരണവും ദ്രവത്വവും മാറും. പാപം ക്ഷമിക്കപ്പെട്ടവരായി അവർക്ക് എന്നേക്കും അവർ ജീവിക്കുന്ന നിലയിലേക്കുള്ള അനുഗ്രഹം ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനോട് ചില സമയങ്ങളിൽ ഈ ആളുകൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് അബ്രഹാമും ഇസാക്കും യാക്കോബും ഒക്കെ മരിച്ചു എന്നാണ്. പക്ഷേ നമ്മുടെ ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ്, അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്, അവരിപ്പോഴും ദൈവസന്നിധിയിൽ ജീവനുള്ളവരാണ് എന്ന് കർത്താവ് പറഞ്ഞു. കാരണം അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല, എന്നാൽ എന്നിൽ വിശ്വസിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള രീതിയിലാണ് കർത്താവ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്നിൽ വിശ്വസിക്കുന്ന മരിക്കില്ല. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന അബ്രഹാം ആകട്ടെ, ഇസാക്കാകട്ടെ, യാക്കോബാകട്ടെ, അവർക്കൊന്നും മരണമില്ല, അവർ മരിച്ചു, പക്ഷെ ആ മരിച്ചവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ രാജ്യം വരുന്ന ആ അന്ത്യസമയം വരുമ്പോൾ ഇവരെല്ലാവരും റിസറക്റ്റ് ചെയ്യും. കർത്താവ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കർത്താവ് പാപത്തെയും ശാപത്തെയും സാത്താനെയും മരണത്തെയും ദ്രവത്വത്തെയും ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇവർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതിലേക്കാണ് കർത്താവ് എല്ലാ മനുഷ്യരെയും വഴി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാമിൽ കൂടെ വരുന്ന ആ സന്തതി ആയ കർത്താവാണ്. ആ കർത്താവിൽ കൂടിയായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത അതേ വാഗ്ദത്തമാണ്, അതേ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവം ദാവീദിനോടും കൊടുക്കുന്നത്, ദാവീദിനും കൊടുക്കുന്നത്. അപ്പോൾ ദാവീദിന് ആ വാഗ്ദത്തം കിട്ടി, ആ ദാവീദിൽ കൂടിയായിരിക്കും മശിയ വരുന്നത് എന്നെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, മശിയ എന്ന് പറയുന്നത് അതൊരു മെസ്സിയാനിക് സങ്കീർത്തനമാണ്. മെസ്സിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അതിനൊരു മെസ്സിയാനിക് സങ്കീർത്തനമായിട്ടാണ് കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നിവൃത്തിയായിട്ടില്ല. ഇനി ദാവീദിൻ്റെ മകനായിട്ട് വരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലായിരിക്കും ദാവീദ് ഈ പാടിയ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനെ ഒരു മെസ്സിയാനിക് സങ്കീർത്തനമായിട്ട് കാണുന്നത്. അപ്പം മെസ്സിഹായെ കുറിച്ചുള്ള ആ 2-ാം സങ്കീർത്തനത്തിൽ മെസ്സിയ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. മെസ്സിയ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ എല്ലാ അഭിഷക്തന്മാരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു രീതി പറഞ്ഞാൽ അവർ ദൈവത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഈ ലോകത്തിൽ അവർ രാജ്യഭരണം നടത്തുന്നു, അല്ലെങ്കിൽ പ്രവചനം നടത്തുന്നു, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നു. എന്താണെങ്കിലും എല്ലാ അഭിഷക്തന്മാരും ഒരു രീതി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ സൺ ഓഫ് ഗോഡാണ്. മറ്റ് ദൈവപുത്രന്മാരെന്ന് പറയുന്ന മാതിരി ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന കാര്യമല്ല. ഇത് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 110-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമാവുകയാണ്. 110-ാം സങ്കീർത്തനം ഒരു മെസ്സിയാനിക് സങ്കീർത്തനമാണ്. അവിടെ പറയുന്നത് എന്താണ്? ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠത്താക്കുവോളം എൻ്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ അവിടെ 2 കർത്താവുണ്ട്. കർത്താവ് എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഈ യേശു കർത്താവാണ്. ഈ യേശു കർത്താവിനെ കുറിച്ച് ദാവീദ് പാടുകയാണ്. യേശുവൊക്കെ വരുന്നതിന് 1000 കൊല്ലം മുന്നേ എന്താ പാടുന്നത്? ആ എൻ്റെ കർത്താവിനെ ദൈവം അവൻ്റെ വലതുഭാഗത്തിരുത്തും, എന്നിട്ട് ആ എൻ്റെ കർത്താവ് എന്ന് പറയുന്ന കക്ഷിയുടെ എല്ലാ ശത്രുക്കളെയും അവൻ്റെ പാദപീഠത്താക്കും. എന്ന് വെച്ചാൽ അവൻ്റെ ശത്രുവായിരിക്കുന്ന സകലത്തെയും ദൈവം അവൻ്റെ അടിമയാക്കും. ഈ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കപ്പെടും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ സങ്കീർത്തനം എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുന്നത്? കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇത് നിവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് എത്തണം തുടങ്ങി അതിനു മുമ്പ് ചില വൈരികളെ കർത്താവ് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 1-ാമത്തെ വരി എന്താണ്? പാപം. 2-ാമത്തെ വരി സാത്താൻ. 3-ാമത്തത് വെറുപ്പ്. 4-ാമത്തത് മരണം.
അഞ്ചാമത്തത് ദൃഢത്വം. ഇതിനെല്ലാം കീഴടക്കിക്കൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ മനുഷ്യരുടെ, ആ അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യന്, കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഓരോ അത്ഭുതം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിത്യജീവൻ അഥവാ ആ രാജ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇറ്റ്സ് എ സിംബോളിക് തിങ്. അപ്പോൾ കർത്താവ് ഈ മനുഷ്യൻ്റെ കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് യേശുവേ ദാവീദ് പുത്ര. അപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്ന് അവൻ പറയുമ്പോൾ ഈ സങ്കീർത്തനം 2-ലെയും 110-ലെയും യേശു ദാവീദ് പുത്രൻ ആകുന്ന ആ യേശു, മെഷിയ ആകുന്ന യേശു, ആ യേശുവാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ആ രക്ഷകനാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ആ മെഷിയാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ മെഷിയോട് അവൻ പറയുന്നത് എന്താണ്? എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ഈ കരുണ എന്തിനാണ് തോന്നുന്നത്? കരുണ തോന്നുന്നത് എന്തിനാണ്? ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ക്ഷമിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരോട് കരുണ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഇവൻ പാപത്തിൽ ജനിച്ചു, അതുകൊണ്ടാണ് ഇവന് കാഴ്ചയില്ലാത്തത്. മറ്റുള്ളവർക്കൊക്കെ കാഴ്ചയുണ്ട്, ഇവന് കാഴ്ചയില്ല, കാരണം ഇവൻ പാപത്തിൽ ജനിച്ചിരിക്കുന്നവനാണ്. യഹൂദ സമ്പ്രദായത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത് കൂടാതെ മാനവരാശിക്ക് മൊത്തത്തിൽ എല്ലാവരും മരിക്കുമല്ലോ. അപ്പോൾ പാപത്തിൻ്റെ എഫക്റ്റ് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതിനെയാണ് നമ്മൾ ആദമിൻ്റെ പാപം അല്ലെങ്കിൽ ആദ്യ പാപം എന്ന് പറയുന്നത്. ആ പാപം മൂലം എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, ദ്രവത്വമുണ്ട്. മരണത്തിൻ്റെയും ദ്രവത്വത്തിൻ്റെയും അവസ്ഥ ഏതൊക്കെ മനുഷ്യർക്കുണ്ടോ അവരൊക്കെ പാപത്തിലാണ് ആയിരിക്കുന്നത്. അപ്പം പാപിയായ ഒരു വ്യക്തിക്കാണ് കരുണ വേണ്ടത്. അപ്പോൾ അവൻ പറയുന്ന ഓരോ വാക്കിനും പ്രാധാന്യതയുണ്ട്. ഇത് ഓരോ വാക്കും ലോഡഡ് വാക്കാണ്, തിയോളജിക്കൽ മീനിങ് കൊണ്ട് നിറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവിടെ പറഞ്ഞെന്താണ്? യേശുവേ ദാവീദ് പുത്ര. അപ്പം യേശുവേ എന്ന് പറഞ്ഞ രക്ഷകനെ, ദാവീദ് പുത്ര എന്ന് പറഞ്ഞ മിശിഹ, രക്ഷകനായ മിശിഹായെ. മിശിഹ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഉടമ്പടിയുടെ അവസാനം ഈ ശാപത്തെ റിവേഴ്സ് ചെയ്തിട്ട്, മരണത്തെ മാറ്റിയിട്ട്, ദ്രൗതത്തെ മാറ്റിയിട്ട്, ആ ദൈവം അന്ന് ആദമിന് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹത്തിലേക്ക്, ജീവനാകുന്ന സ്നേഹമുള്ളിടത്ത് നിത്യമായി ജീവിക്കുന്ന അനുഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നീ എന്നോട് കരുണ കാണിക്കുന്നത്. ഇത് മാനവരാശിയുടെ മുഴുവൻ ഒരു കരച്ചിലാണ്. എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ ഇവൻ്റെ കൂടെ ഇരുന്ന് കരയണം, എന്നോട് കരുണ തോന്നണമേ. കാരണം എന്താണ്? ഇവൻ കരുണ തോന്നി ആ പാപം ക്ഷമിച്ചെങ്കിൽ മാത്രമേ. അപ്പം നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ കാരണം? ഇപ്പോൾ ഞാനൊരു കൊലപാതകം ചെയ്തു. കൊലപാതകത്തിന് മുമ്പ് ഞാനൊരു 1000 നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൊലപാതകത്തിന് ശേഷം ഞാൻ 1000 നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മരണത്തിൽ നിന്ന് തന്നെ 1000 പേരെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കൊലപാതകത്തിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുന്നത് പോലെ ഒറ്റ പാപം മതി നമ്മളെല്ലാവരും പാപിയായി തീരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണം, അത് നമുക്ക് ലഭിക്കും. മരണമെന്ന് പറഞ്ഞാൽ ദൈവം അന്തിമത്തിൽ നമ്മളെ അവസാനം ദൈവം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ ന്യായവിധിയിൽ നമുക്ക് ശിക്ഷാവിധി ലഭിക്കും. അതാണ് പാപത്തിൻ്റെ ശമ്പളം മരണം അഥവാ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളിൽ മരണം വ്യാപരിക്കുന്നുണ്ട്, കാരണം ആദം പാപം ചെയ്തുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പാപത്തിൻ്റെ റിസൾട്ടായിരിക്കുന്ന ശിക്ഷാവിധി എന്ന് പറയുന്നത് അവസാനമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഈ ലോകത്തിലല്ല അത് അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു അവസരം കിട്ടുകയാണ് ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര നല്ല കർമ്മങ്ങൾ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ചെയ്താലും നമ്മുടെ പാപം എന്തായാലും ക്ഷമിക്കപ്പെടാൻ പോകുന്നില്ല. പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന് കരുണ തോന്നിയെങ്കിലും ഒക്കെ ഉള്ളൂ. ദൈവം വെറുതെ ഒന്നും പാപങ്ങൾ ക്ഷമിക്കാൻ പോകുന്നില്ല. ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ മതിയാവൂ. പാപത്തെ ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന നീതിയെ തന്നെ എതിർക്കുന്നവനായി തീരും. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന വിശുദ്ധിയെ തന്നെ എതിർക്കുന്നവനായി തീരും. അതുകൊണ്ട് പാപത്തെ ദൈവത്തിന് ശിക്ഷിച്ചേ മതിയാകൂ. അപ്പോൾ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കുകയും വേണം, പാപിയായ നമ്മളെ രക്ഷിക്കുകയും വേണം. ഇനി സാത്താനും ഉണ്ട് അവിടെ. അപ്പോൾ സാത്താന് വേണമെങ്കിൽ അവന് ഇത്രയൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടും അവന് വേണമെങ്കിൽ ദൈവത്തോട് ഡയറക്റ്റായിട്ട് പോയി ക്ഷമ ചോദിച്ചിട്ട് ദൈവം ഡയറക്റ്റായിട്ട് എല്ലാവരുടെയും പാപം കൂടി ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം ആ സാത്താൻ്റെയും പാപം ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നീതിയുടെ പ്രശ്നം, 2 സാത്താൻ്റെ പ്രശ്നം. നീതിയുടെ പ്രശ്നം എന്താണ്? ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ മതിയാവും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ സ്വഭാവത്തെ, നീതി എന്ന് പറയുന്ന സ്വഭാവത്തെ, വിശുദ്ധി എന്ന് പറയുന്ന സ്വഭാവത്തെ റിജക്റ്റ് ചെയ്യുന്നത് പോലെ ആയിപ്പോകും. അത് ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ. ഇനി പാപത്തെ ശിക്ഷിക്കേണ്ട വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ സാത്താൻ്റെ ശിക്ഷ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദൈവം ഇനി എന്താ പറയുന്നത്, വെറുതെ എല്ലാവരുടെയും പാപങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ സാത്താനും വന്ന് ക്ഷമ ചോദിക്കും. സാത്താൻ വന്ന് ക്ഷമ ചോദിച്ചാൽ സാത്താൻ്റെയും പാപം ദൈവം ക്ഷമിക്കേണ്ടതായിട്ട് വരും. സാത്താൻ്റെ പാപം ദൈവം അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്ന പോലെ ദൈവം സാത്താൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ സാത്താനെക്കുറിച്ച് ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവൻ അനുഭവിക്കാൻ പോകുന്ന നിത്യമായ ചില
അവസ്ഥകളുണ്ട്, അതൊന്നും നടക്കാതെ വരും. അപ്പോൾ സാത്താനെ ദൈവത്തിന് പണി ചെയ്തേ പറ്റൂ. രണ്ടാമത് ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കണം, സാത്താനെ പണി ചെയ്യുകയും വേണം, പാപിയായ മനുഷ്യരോട് ക്ഷമിക്കുകയും വേണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തോട് തുല്യനാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് ഒറ്റ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ആ രണ്ടാമത്തെ കർത്താവ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, മെസ്സിയായ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിതാവിന് തുല്യനാണ് കർത്താവായ യേശു ക്രിസ്തു. തുല്യനാണെങ്കിലും സ്ഥാനത്തിൽ അവൻ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. പിതാവ് കീഴടക്കി വെച്ചിരിക്കുകയല്ല, അവൻ കീഴടങ്ങിയിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. ആ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യരെ അയച്ചപ്പോൾ അവരെ സ്നേഹിക്കാനായിട്ടാണ് അയച്ചത്. ആ സ്നേഹം എന്ന് പറയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ആ സ്നേഹം നിവർത്തിക്കപ്പെടാൻ ആദാം തടസ്സമായി തീർന്നു. പാപത്തിലൂടെ മരണവും ദ്രവത്വവും കടന്നു വന്നു. ഈ മരണത്തെയും ദ്രവത്വത്തെയും പാപത്തെയും നീക്കിയിട്ട് വേണം മനുഷ്യനെ തിരിച്ച് ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക്, പിതാവുമായിട്ട് നല്ല ബന്ധമുള്ള അവസ്ഥയിലേക്ക്, സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും അവസ്ഥയിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. ആ ജീവനും സ്നേഹവും നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചത്തെ വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യണം? ഈ പാപത്തെ റിവേഴ്സ് ചെയ്യണം. പാപത്തെ റിവേഴ്സ് ചെയ്യാൻ വെറുതെ സാധിക്കില്ല, പാപത്തെ ശിക്ഷിച്ചെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ പാപത്തെ എവിടെ ശിക്ഷിക്കും? എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കാം, അതൊരു വഴിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് പുനരുദ്ധാനം കിട്ടുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? എല്ലാ മനുഷ്യരോട് ക്ഷമിക്കാം, അതൊരു വേറെ കാര്യമാണ്. പക്ഷേ ആ എല്ലാവരും മനുഷ്യരോട് ക്ഷമിക്കുമ്പം തന്നെ ആ പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ. അപ്പോൾ എവിടെ ശിക്ഷിക്കും? മനുഷ്യരെല്ലാവരും പാപികളാണ്. പാപികളായ മനുഷ്യർക്ക് വേറെ ഒരു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കാൻ പറ്റില്ല. അപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ജയിലിൽ കിടക്കുക, അപ്പോൾ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പറ്റുമോ? ഇല്ല. പുറത്തിരിക്കുന്ന ആകെ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന മാതിരി പുറത്ത്, ഈ സൃഷ്ടിക്ക് പുറത്ത് ആകെ ദൈവം മാത്രമേ ഉള്ളൂ. സൃഷ്ടി മുഴുവൻ പാപം നിമിത്തം മരണത്തിനും ദ്രവത്വത്തിനും സാത്താനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സൃഷ്ടി മുഴുവനായിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ സൃഷ്ടിയെ നോക്കി പറയുന്നത് ഇവിടെ മുഴുവൻ അനീതിയാണ്, പാപമാണ്, വെറുപ്പാണ്, ദുഷ്ടതയാണ് നടക്കുന്നത്. എവിടെ ദൈവം എന്ന് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഈ സൃഷ്ടി മുഴുവൻ പാപത്തിനും മരണത്തിനും സാത്താനും വെറുപ്പിനും അധീനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യൻ ആദ്യ പാപം ചെയ്ത് മുതൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മേലെ മനുഷ്യൻ്റെ പാപം ചുമത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? അവർ ഓൾറെഡി പാപിയാണ്. അവരുടെ യാഗത്തിന് യാതൊരു വിലയും ഉണ്ടാവില്ല. സാത്താൻ പറയും അവൻ്റെ യാഗത്തിന് വിലയില്ല, അവൻ ഓൾറെഡി പാപിയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മേലെ ഇവർ പാപവും കുറ്റവും ഒക്കെ ആരോപിക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം കർത്താവ് പാപിയാണെങ്കിൽ സാത്താനാണ് അത് ശ്രമിക്കുന്നത് മനുഷ്യരിലൂടെ. കർത്താവ് പാപിയാണെങ്കിൽ കർത്താവിന് ഇവരെ മെസ്സിയാകാൻ പറ്റില്ല. കർത്താവിൻ്റെ മെസ്സിയാകാൻ പറ്റില്ല എന്നത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവൻ രാജാവായി പോവോ എന്നുള്ളതാണ് അവരുടെ പേടി. അപ്പോൾ രാജാവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതൊക്കെ പറയുന്നത്. പക്ഷേ സാത്താൻ്റെ വാസ്തവത്തിലുള്ള ഉദ്ദേശം എന്താണ്? ഇവൻ പാപിയാണെന്ന് സ്ഥാപിച്ചെടുത്താൽ പിന്നെ ഇവൻ്റെ യാഗത്തിന്, ഇവൻ ക്രൂശിൽ മരിക്കുന്ന യാഗത്തിന് വില ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എന്തൊക്കെയോ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. സാത്താൻ പ്രവർത്തിക്കുന്നത് അവൻ്റെ കാര്യത്തിന് നമ്മൾ തടസ്സമാണെങ്കിൽ അവൻ നമുക്കെതിരെ ആളുകളെ ഉപയോഗിച്ച് നമ്മളെ തടസ്സപ്പെടുത്താനും, നമുക്കെതിരെ വ്യാജമായ കുറ്റങ്ങൾ കൊണ്ടുവരാനും, നമുക്കെതിരെ അവരെ നമ്മളോടൊരു ശത്രുത്വമുള്ള, അസൂയയുള്ള, നമ്മളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാക്കി തീർക്കാനും ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് ഈ മാനവരാശിയെ തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. പാപത്തെ ശിക്ഷിച്ചാലേ സാധിക്കൂ. കാരണം ദൈവം വിശുദ്ധനാണ്, സാത്താൻ്റെ പാപം വെറുതെ ക്ഷമിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിശുദ്ധനായ ദൈവത്തിന് ഈ രണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. ആ പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ നീതി നടപ്പായേ പറ്റൂ, പാപം ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ, എന്നാലേ ദൈവം വിശുദ്ധനായിരിക്കുള്ളൂ. രണ്ട്, സാത്താൻ ഇപ്പോൾ ദൈവം ഡയറക്റ്റായിട്ട് പാപം ക്ഷമിച്ചിട്ട് എല്ലാവരെയും വിശുദ്ധരാക്കുകയാണെങ്കിലും അവിടെ പ്രശ്നം വരുന്നത് എന്താണ്? സാത്താനും അത് ഫ്രീ ആയിട്ട് കിട്ടും. സാത്താനെ ശിക്ഷിച്ചേ പറ്റൂ. കാരണം സാത്താൻ്റെ ശിക്ഷ ഓൾറെഡി ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാരണത്താൽ, അതിൽ ഒന്നാമത്തെ കാരണമാണെങ്കിലും മതി, ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ച് മതിയാവും. പാപത്തെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തിൻ്റെ നീതിമാനാണ് എന്നുള്ള അവസ്ഥ ദൈവത്തിന് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് മാത്രമല്ല, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ഒരു വിൻഡോ തുറക്കാൻ ദൈവത്തിന് സാധിക്കും.
അപ്പം മനുഷ്യരുടെ പാപം ക്ഷമിക്കുന്ന ഒരു വിൻഡോ ആയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിക്ക് പുറത്താണ്. അവൻ സൃഷ്ടിയിലുള്ളവനല്ല. അവൻ പിതാവിന് തുല്യനാണ്. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ പിതാവും പുത്രനും ഒന്നാണ്. ആശയപരമായിട്ടും സബ്സ്റ്റാൻഷ്യലിയും അവരുടെ സബ്സ്റ്റൻസും ഒന്നാണ്. അങ്ങനെയുള്ള ഒന്നായിരിക്കുന്ന അവൻ അപ്പം തന്നെ വ്യക്തിത്വത്തിൽ അവർ രണ്ട് വ്യക്തിത്വമാണ്. വൺ ബീങ് 3 പേഴ്സൺസ്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ വ്യക്തിത്വം എന്തിനാണ്? ഈ പാപത്തിൻ്റെ പരിഹാരം നടത്താൻ വേണ്ടിയാണ്. അതിന് അദൃശ്യനായ പിതാവായ ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനെ പോലെയായി വന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യനായി നല്ല മനുഷ്യരെ പോലെ ഉള്ള അവസ്ഥയിലായി വന്നു. അപ്പോൾ ലോകപരമായിട്ട് നോക്കിയാൽ മുഴുവൻ മനുഷ്യനാണ്. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു. അതിൻ്റെ പാപങ്ങൾ വഹിച്ചു എന്ന് പറഞ്ഞാൽ പാപം മുഴുവൻ അവനെ മേലിട്ടു. അവൻ പാപിയായി തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. ആ ശിക്ഷ അവൻ ഏറ്റെടുത്തു. അതിൻ്റെ പരിഹാരമാകുന്ന മരണം, ആ ശിക്ഷ പാപത്തിൻ്റെ ശിക്ഷ മരണം. ആ ഒരു പാപത്തെ ഒരു പ്രാവശ്യം ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തു, എല്ലാ മനുഷ്യരുടെയും. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ആരൊക്കെ വിശ്വസിക്കുമോ കർത്താവിൽ, അവരുടെയൊക്കെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം മായ്ച്ചു കളയും. അവരോടൊക്കെ ദൈവം ക്ഷമിക്കും. എന്നിട്ട് ആ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തതുകൊണ്ട് ആ മരണം നിങ്ങൾക്കും എനിക്കും വരേണ്ട ആ മരണം കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ മരണം മാറിപ്പോവാണ്. കർത്താവ് പാപം, പിതാവായ ദൈവം കർത്താവിൽ കൂടെ പാപം ക്ഷമിക്കുകയാണ്. കർത്താവ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാണ്, പിതാവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇപ്പം മനുഷ്യനെ കൈക്കൊള്ളുകയും ചെയ്യണം, മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. അങ്ങനെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവർക്കൊരു വഴി കർത്താവ് തുറക്കുകയാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ചു. ആൾക്കാർ വിചാരിച്ചു ഇതോടെ തീർന്നു. പക്ഷെ അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അവൻ വാസ്തവത്തിൽ യഹൂദന്മാരുടെ രാജാവാണ്, മെസ്സിയാണ്. അവന് പാപമില്ല. അവന് പാപമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് 3-ാമത്തെ ദിവസം അവനെ ഉയർപ്പിച്ചത്. പാപം ഉണ്ടെങ്കിൽ അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായി പോകും. അപ്പോൾ പാപമില്ല എന്ന് തെളിയിക്കാൻ അവനെ 3-ാമത്തെ ദിവസം ഉയർപ്പിച്ചു. ആ ഉയർപ്പെന്ന് പറയുന്നത് ആ പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ്. ഈ പുതിയ സൃഷ്ടി വരും. ഇതിപ്പോൾ സമയത്തിൻ്റെ നടുക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചു. യഹൂദന്മാരുടെ സമയത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ അന്ത്യം വരെ ഒരൊറ്റ ലീനിയറായിട്ടാണ് സമയത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ സമയം ഇങ്ങനെ സൈക്കിളായിട്ട് പോകുന്ന മാതിരി എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ നടുക്ക് ആണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്, മരിക്കുന്നത്, അടക്കപ്പെടുന്നത്. എന്നാൽ ഈ ഉയർപ്പ് വാസ്തവത്തിൽ അവരുടെ കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനം നടക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ, എല്ലാ മനുഷ്യരുടെയും ഉയർപ്പിന് ഒരു പ്രതീകം എന്നുള്ള നിലയിൽ കർത്താവായ യേശു ക്രിസ്തു സമയത്തിൻ്റെ നടുക്ക് എന്ത് ചെയ്യാണ്? ഉയർത്തെഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കാണിക്കുകയാണ് ഇതാണ് അവസാനം. ആ അവസാനം ഓരോ മനുഷ്യനും കിട്ടണമെങ്കിൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചെങ്കിലും ഒക്കുള്ളൂ. കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ കരുണ എനിക്ക് ലഭിക്കുകയുള്ളൂ. ആ ഭർത്തിമായി എന്ന് പറയുന്ന ആ അന്ധനായ മനുഷ്യന് ആ കർത്താവിൻ്റെ കരുണ വ്യക്തിപരമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കണം. വേറെ ആരെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ. അവൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. അവൻ ഹൃദയപൂർവ്വം പറയണം, യേശുവേ ദാവീദ് പുത്ര, മെശിയ ആകുന്ന രക്ഷകനെ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ. അവൻ്റെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളമാണ് അവന് കാഴ്ച കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് അവിടെ നിന്നു. കർത്താവ് അവിടെ നിന്നിട്ട് കർത്താവ് മുന്നോട്ട് വന്നിട്ടാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് ക്ഷമിക്കുന്ന എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുന്നത് ഈ ക്രൂശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മുന്നിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരോടൊക്കെ ക്ഷമിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികളോട് കർത്താവ് ക്ഷമിച്ചു. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ. ദൈവമാണ് കർത്താവ് എന്നുള്ളത് കർത്താവ് അവന് വ്യക്തമാക്കി കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. അവൻ്റെ പാപം ദൈവം ക്ഷമിക്കുകയാണ്, അവൻ്റെ പാപം കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ, നിനക്ക് എന്ത് വേണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് കാഴ്ച വേണം. അവനറിയാം അവനെന്താ വേണ്ടതെന്ന്. കാരണം കാഴ്ച വന്നു കഴിഞ്ഞാൽ അവൻ്റെ പിതാവിൻ്റെ ഓഹരി അവന് കിട്ടും, അവൻ്റെ സിനഗോഗി മെമ്പർഷിപ്പ് കിട്ടും, ഒരു ഭാര്യ കിട്ടും, മക്കൾ കിട്ടും, ഒരു ഫാമിലി ലൈഫ് കിട്ടും. പിന്നെ അവന് ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ അവസ്ഥയ്ക്ക് അടിമുടിയായിട്ട് വ്യത്യാസം വരും. അവന് മുഴുവനായിട്ടും ഒരു വ്യത്യാസം വരും. അവനൊരു പുതിയ സൃഷ്ടിയായി തീരും. ഇനി വരാനിരിക്കുന്ന രാജ്യത്തിൽ നമ്മളൊക്കെയും കർത്താവിനെ പോലുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരം, ഒരിക്കലും മരിക്കാത്ത, ദ്രവിക്കാത്ത, നശിക്കാത്ത ശരീരങ്ങൾ പ്രാപിച്ച് എന്നേക്കുമായി ജീവിക്കുന്ന, സ്നേഹത്തിലും സമാധാനത്തിലും അഹിംസയിലും സത്യത്തിലും ജീവനിലും
എപ്പോഴും ജീവിക്കുന്ന ഒരവസ്ഥ ദൈവം കൊണ്ടുവരാൻ പോവുക. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ വരവിൽ തന്നെ ഇവൻ്റെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളം അവന് കൊടുക്കുകയാണ്. അവൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. അവൻ കണ്ണ് തുറന്നു. അവൻ ആദ്യമായിട്ട് കാണുന്ന ആരെയാണ്? ദൈവത്തെയാണ്. അവൻ ആദ്യമായിട്ട് കാണുന്നത് കർത്താവിനെയാണ്. എന്തൊരു ഭാഗ്യമാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുക. വാസ്തവത്തിൽ പറഞ്ഞാൽ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ എല്ലാവരും ഏറ്റവും ശപിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവനെ കാണുന്നു. അതുകൊണ്ട് അവൻ ഭിക്ഷ യാചിക്കുന്നു. പക്ഷെ അവൻ വാസ്തവത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഞാൻ പറയട്ടെ, വരാനിരിക്കുന്ന രാജ്യത്തിൽ ചില കാര്യങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്ന വലിയ 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 ഉന്നതി ആർജിച്ച് ഉന്നത തലത്തിലിരിക്കുന്ന പലരും അന്ന് ഭിക്ഷക്കാരായിരിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ വളരെ പാവപ്പെട്ടവരായി കാണുന്ന പലരും അന്ന് കർത്താവിൻ്റെ രാജ്യത്തിൽ രാജാക്കന്മാരായിരിക്കും. കാരണം കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയുള്ള ആ മനുഷ്യൻ ദൈവത്തെ അന്ന് കണ്ടു. അവൻ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടു. നമുക്കൊക്കെ ഒരു ദർശനം കിട്ടണം. അതിന് വേണ്ടിയിട്ട് പല ഹിന്ദുക്കളും പല സ്ഥലങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്നു. ഇത് ദൈവത്തെ ഡയറക്റ്റായിട്ട് ദൈവം വന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ അവൻ കാണുകയാണ്. കണ്ണ് തുറന്ന് ആദ്യമായിട്ട് കണ്ണ് തുറന്ന് അവൻ ദൈവത്തെ കാണണം. അവൻ്റെ ഭാഗ്യാവസ്ഥ ചിന്തിച്ച് നോക്കി. ആ ഒരു അവസ്ഥയിലേക്ക് ആണ് ദൈവം നിങ്ങളെയും എന്നെയും വിളിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് ആ വഴി വിട്ട് ദൈവത്തിൻ്റെ വഴിയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ കർത്താവെ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കരുണാമയനാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. നമ്മളും ആ പുതിയ സൃഷ്ടി ആയിത്തീരും. ആ പുതിയ സൃഷ്ടിയിൽ ഇനി വരാനിരിക്കുന്ന രാജ്യത്ത് കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ കർത്താവിൽ വിശ്വസിച്ച എല്ലാവരുടെയും സ്വരൂപങ്ങളെ ദൈവം മാറ്റും. അവരെല്ലാവരും കർത്താവിനെ പോലെയായിത്തീരും. അങ്ങനെയുള്ള ശരീരങ്ങളുള്ളവരായി നമ്മൾ അവരോട് കൂടെ വാഴുവാനായിട്ടിടയാവും. അപ്പോൾ ആരാണ് നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. ഈ സത്യം നമ്മളെ ഗ്രഹിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. ഈ സത്യം നമ്മൾ ഗ്രഹിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന രാജ്യത്തിലാണ് അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ സത്യം നമ്മൾ ഗ്രഹിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് സാത്താൻ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് അവനെ വിളിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തൊട്ട് ഈ പ്രപഞ്ചം മുഴുവനും സാത്താൻ്റെ അധീനതയിലാണ്. മരണത്തിൻ്റെയും അനീതിയുടെയും ദ്രവത്വത്തിൻ്റെയും സാത്താൻ്റെയും അധീനതയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ അനീതി നടക്കുമ്പം, അന്യായം നടക്കുമ്പം, അങ്ങനെയുള്ളവരൊക്കെ ജയിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു, ദൈവമുണ്ടോ ദൈവമില്ലയോ. ഈ ഏത്യസ്റ്റുകളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അവർ ജെനുവിനാണ്. അവർക്ക് ഈ ലോകത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിർത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവർക്കുള്ളത്. പക്ഷെ ദൈവം അതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് എന്നാണോ അവർ മനസ്സിലാക്കുന്നത്, അന്ന് അവർ ഏത്യസം വിട്ട് കർത്താവ് വിശ്വസിക്കും. ഇതൊക്കെ കർത്താവിൻ്റെ കൺട്രോളാണ് ഒരു രീതി പറഞ്ഞാൽ. കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു രോമം താഴോട്ട് വീഴുന്ന പോലെ അറിയുന്നുണ്ട്. അതുപോലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്, ദൈവത്തിൻ്റെ കൺട്രോളുണ്ട്. നിങ്ങളോട് ആരൊക്കെ ശത്രുത്വം കാണിക്കുന്നുണ്ട്, ആരൊക്കെ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്, ആരൊക്കെ നിങ്ങളെപ്പറ്റി അവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട്, ഇതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതിനൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി മാനവരാശിയെ മുഴുവൻ ഒരു ന്യായാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ച് കഴിഞ്ഞു. ദൈവം ഒരു വ്യക്തിയെ നിശ്ചയിച്ച് കഴിഞ്ഞു. ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യർ പാപിയാണെന്ന് പറഞ്ഞ് ക്രൂശിച്ച് ദൈവം നീതിമാനാണെന്ന് പറഞ്ഞ് ഉയർപ്പിച്ച നമ്മുടെ ജഡ്ജി കർത്താവായ യേശു ക്രിസ്തു, അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഈ മകനോട് ക്ഷമിക്കണമേ, ഇവന് ഈ തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പുരോഹിതൻ്റെ ജോലി എന്താണ്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, ദൈവത്തോട് നമുക്ക് ക്ഷമ വാങ്ങിച്ചു തരിക. അതാണ് കർത്താവ് അവിടെ ഇപ്പോൾ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കർത്താവ് ന്യായാധിപനും കൂടിയാണ്. അവൻ അവസാനത്തേതിൽ വരും. ദൈവം ഒരു ദിവസം നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ദിവസത്തെക്കുറിച്ച് പിതാവിന് മാത്രമേ അറിയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു ആ ദിവസം വെളിപ്പെടുത്തിയില്ല. അതിനു മുൻപ് സംഭവിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നു. ആ സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്നാമത് വിശ്വാസത്യാഗം സംഭവിക്കും. പല ആളുകളും കർത്താവിൽ വിശ്വസിക്കുന്നത് നിർത്തും. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ ക്ലാസ് എടുക്കാം. രണ്ടാമത് എതിർ ക്രിസ്തു വരും. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എതിർ ക്രിസ്തു ആരാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും വെളിപ്പെടുക. എതിർ ക്രിസ്തു വെളിപ്പെട്ട ശേഷമായിരിക്കും ഇസ്രായേൽ മക്കൾ മാനസാന്തരപ്പെടും. മൊത്തത്തിൽ ആ രാജ്യത്തിൻ്റെ മെഷിയാണിത്.
അല്ലാതെ നിങ്ങളുടെയും എൻ്റെയും മാത്രം ഒരു യേശു എന്ന് പറഞ്ഞ ഒരു ഉണ്ണി യേശു എന്ന് പറഞ്ഞ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവം അല്ലത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവാണ് യേശു എന്നാണോ ഇസ്രായേൽ കൂട്ടമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവമേ നീയാണ് ഞങ്ങളുടെ രാജാവ്, കർത്താവായ യേശുവേ നീയാണ് ഞങ്ങളുടെ മിശിയ എന്ന് വിളിച്ചു പറയുന്നത് എന്നാണോ അവർ മൊത്തത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്? അന്നാ കർത്താവ് വരാൻ പോകും. ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനികളോട് ദൈവം പറഞ്ഞിരിക്കുന്ന അവരെ സ്നേഹിക്കാനാണ്, അവരെ കാത്തു സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനും. കാരണം ഒരു സമയം വരും, ആ സമയത്ത് എതിർ ക്രിസ്തുവൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലാവും അവൻ നമ്മളെ വഴിതെറ്റിച്ചു, നമ്മൾ വിചാരിച്ച ആളല്ല മെഷിയ, ഈ ക്രിസ്ത്യാനികൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് മെഷിയ. അവനാണ് നമ്മുടെ യഥാർത്ഥ രാജാവ്, അവനാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഹിംസയുടെയും അപ്പോസ്തലൻ, അവനിലാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെല്ലാം വന്ന് ദൈവത്തെ നോക്കി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കരയും. ആ ദിവസമാണ് കർത്താവ് തിരിച്ചു വരാൻ പോകുന്നത്. അന്നാണ് ഈ ലോകത്തിന് മുഴുവനായിട്ടും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. അതെന്ന് വരും നമുക്കറിയില്ല. അതൊക്കെ വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിലും തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിലും ഒക്കെ പൗലോസും യോഹന്നാനും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അത് പഠിക്കുന്ന ആളുകൾക്ക് അറിയാമത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ന് വരും നമുക്കറിയില്ല. പക്ഷെ അത് വരും നിശ്ചയം. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, അത് സംഭവിക്കും. അപ്പോൾ ദൈവം ന്യായം വിധിക്കും. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന ശേഷം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും അവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം ദൈവം ന്യായം വിധിക്കും. അന്ന് പുസ്തകങ്ങൾ തുറക്കപ്പെടും എന്നും പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ഓരോ ആളുകൾ വിശ്വസിച്ച ഗ്രന്ഥങ്ങളാണോ അവിടെ ഉദ്ദേശിക്കുന്നത്, അതോ ആൾക്കാരുടെ പേരുകൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് ഈ യഹൂദന്മാരുടെ ഇടയിൽ? അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വജന്മാരുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി പോകുന്ന ഒരു പുസ്തകമുണ്ട്. ജീവൻ്റെ പുസ്തകം എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതിയ ആളുകളൊക്കെ അവിടെ കാണും എന്നാണ് അവരുടെ വിശ്വാസം. ആ പുസ്തകങ്ങളാണ് തുറക്കപ്പെടുക. ഒരു പുസ്തകമല്ല, അത് പല പുസ്തകങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ബൈബിൾ തുറക്കപ്പെടും, ഗീത തുറക്കപ്പെടും, ഖുർആൻ തുറക്കപ്പെടും. അതൊന്നും തുറക്കപ്പെടാൻ പോകുന്നില്ല. ബൈബിളും ഗീതയും ഖുർആനൊന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളത് ഈ പുസ്തകങ്ങൾ ഇവരെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ പ്രതി കോപ്പികൾ അവിടെ ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് പുസ്തകങ്ങൾ തുറക്കപ്പെടും. ജീവപുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത യഹൂദന്മാരൊക്കെ പുറത്തായിരിക്കും. ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുള്ള യഹൂദന്മാരൊക്കെ അകത്തായിരിക്കും. എന്നാൽ ജീവപുസ്തകത്തിൽ നമ്മളും യേശു ക്രിസ്തു മുഖാന്തരം ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന മർമ്മം. അങ്ങനെയാണ് ഇസ്രായേൽ അന്യജാതിക്കാർക്കും ഒരു വെളിച്ചമായി തീരുന്നത്. അങ്ങനെയാണ് പൗലോസും പത്രോസും യേശുവും ഒക്കെ നമുക്കൊരു വെളിച്ചമായി തീർന്നിരിക്കുന്നത്. നമ്മളും ഒരിക്കലും നമ്മൾ ആ പുസ്തകത്തിൽ കാണേണ്ടവരല്ല. നമുക്കെന്താണോ അബ്രഹാമുമായിട്ട് ബന്ധം, നമുക്കെന്താണ് ദാവീദുമായിട്ട് ബന്ധം, പക്ഷെ നമ്മൾ ആ പുസ്തകത്തിലുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം. അതാണ് ദൈവത്തിൻ്റെ മഹാദയ, ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ മഹാദയ നമ്മളോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളും അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. നമുക്കും ഇനി ആ ജീവനുള്ള ദൈവമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അവസാനം വരുമ്പോൾ നമ്മളും കർത്താവിനോട് കൂടെ കാണും. കർത്താവ് പറഞ്ഞില്ലേ, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബിനോട് കൂടെ അന്ന് അത്താഴത്തിനിരിക്കുന്നവരിൽ പല അന്യജാതിക്കാരുടെ രാജാക്കന്മാർ കാണും, പല അന്യജാതിക്കാരുടെ വലിയ വലിയ പ്രമുഖന്മാരായിരിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ഇസ്രായേലിലെ തന്നെ ആളുകൾ പലരും കാണില്ല. ഈ ബെഗറും കാണും, ഈ ഭർത്തിമായി. പക്ഷേ ഇസ്രായേലിലെ തന്നെ പ്രമുഖന്മാരായിരിക്കുന്ന പലരും കാണും. അവർ കരുണ കാണിക്കാത്തവർ, സ്നേഹിക്കാത്തവർ, ദയയില്ലാത്തവർ, അങ്ങനെയുള്ള പലരും അന്ന് കാണില്ല. കർത്താവ്. അപ്പോൾ കർത്താവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, നമ്മൾ മറ്റുള്ളവരെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ ഈ ലോകം മുഴുവനും ഇപ്പോഴത്തെ അവസ്ഥയിൽ സാത്താന് അധീനപ്പെട്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വരും. അന്നാണ് ഈ ലോകത്തിൻ്റെ സാത്താനോടുള്ള അധീനത പൂർണ്ണമായിട്ടും തീരാനായിട്ട് പോകുന്നത്. അന്നാണ് കർത്താവ് ഈ ലോകത്തിൻ്റെ പൂർണ്ണ മാലിക്കായിട്ട് പൂർണ്ണമായിട്ടും വെളിപ്പെടാൻ പോകുന്നത്. കർത്താവ് ഓൾറെഡി അങ്ങനെയാണെങ്കിലും കർത്താവ് അത് വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്ന അന്നാണ്. അങ്ങനൊരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഏത്തീസ്റ്റിനോടുള്ള ദൈവത്തിൻ്റെ ദൂത്. നിങ്ങൾ ഏത്തീസ്റ്റാണ്, കാരണം നിങ്ങൾ പറയുന്നു ഈ ലോകത്ത് ന്യായമില്ല, നീതിയില്ല,
അനീതിയാണ് വ്യാപരിക്കുന്നത്, ദുഷ്ടന്മാരാണ് ജയിക്കുന്നത്, സ്നേഹമില്ല. എവിടെ ദൈവം? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല? ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. ദൈവം ഒരു ഡേറ്റ് വെച്ചിരിക്കുക. ആ ഡേറ്റിന് കർത്താവ് വരും. ഈ പറയുന്ന ദുഷ്ടത പ്രവർത്തിച്ച് ദുഷ്ടത ജീവിച്ച എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ കിട്ടും. ഇനി നീതിമാന്മാരാണ് ക്രിസ്ത്യാനിയായി കർത്താവുമായിട്ട് ചേർന്നു എന്ന് പറഞ്ഞിട്ടും പിന്നെയും ദുഷ്ടത പ്രവർത്തിച്ചവരും നരകത്തിൽ തന്നെ പോകും. കർത്താവ് അവരെ ശിക്ഷിക്കും. എന്നാൽ ദൈവവുമായി ബന്ധം പ്രാപിച്ച ശേഷം, സമ്പന്നനാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ദൈവവുമായിട്ട് ബന്ധം പ്രാപിച്ച ശേഷം, കർത്താവുമായി ഒന്നായ ശേഷം, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ശേഷം, ശുദ്ധ ഹൃദയവുമായി ജീവിച്ച് ദൈവത്തെ ഏറ്റധികം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികൾ അവരെല്ലാവരും ആ രാജ്യത്തിൽ കാണും. അന്ന് അവർക്കെല്ലാവർക്കും ദൈവത്തിൽ നിന്ന് വെൽ ഡൺ മൈ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിയുള്ളവർക്കോ ശിക്ഷ ലഭിക്കും. മത്തായി സുവിശേഷം 25-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കണം. എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്ന കാര്യമാണത്. എനിക്ക് വിശന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാനൊരു സ്ട്രേഞ്ചറായിരുന്നു, നിങ്ങളെന്നെ സഹായിച്ചില്ല. അങ്ങനെയുള്ള ആളുകളെ ഇന്നും സഹായിക്കാൻ മടിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർക്ക് പേടിയാണ്, ഇത് ബംഗ്ലാദേശി ആയിരിക്കുമോ, ഇത് ആസാമി ആയിരിക്കുമോ, ഇത് നമ്മളെ ഉപദ്രവിക്കുന്നതിനായിരിക്കുമോ. ദൈവപേദരെ നമ്മളനുസരിക്കുന്നത് ദൈവത്തിന് വചനമാണ്. നീ ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നീ കൊടുത്തില്ലെങ്കിൽ നീ ചിലപ്പോൾ നരകത്തിലും പോകും. അതാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ പ്രതിരൂപമായി അവരിൽ കർത്താവിനെ കാണുകയും കർത്താവിൻ്റെ പ്രവൃത്തി കാണുകയും അവരെയൊക്കെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, ക്രിസ്ത്യൻ ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, ചിലപ്പോൾ എത്തിസ്റ്റ് ആയിരിക്കും. ആരായാലും ശരി, നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിനായിട്ടൊരാൾ വരികയാണെങ്കിൽ ആ വ്യക്തിയെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് അവരെ ആശീർവദിച്ച് സഹായിക്കുക. അത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ഹൃദയം തുറക്കും. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പക്ഷേ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. അവൻ നോക്കുന്ന വേറെ ചില കാര്യങ്ങൾ. അവൻ നോക്കുന്നത് എന്താണ്? അവൻ നോക്കുന്നത് അവൻ്റെ സ്വഭാവം. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഹൃദയമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയമാകുന്ന യേശുവിനോട് ചേർന്നിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സമാധാനവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു സദ്വാർത്തയായിരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ യേശു ഏതൊക്കെ ശത്രുക്കളെ ജയിച്ചോ അതിനെയൊക്കെ നമ്മളിവിടെ ജയിക്കും. ഈ ദുഷ്ടലോകം മുഴുവനും സാത്താൻ്റെ അധീനതയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അനീതിക്കും അവിശ്വാസത്തിനും വെറുപ്പിനും അധീനപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുഴുവനെയും നമുക്ക് ഒറ്റയ്ക്ക് ഇതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോഴേ അതിന് മാറ്റം വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നമ്മൾ ഓരോ ലൈറ്റ് ബൾബിനെ പോലെ, നമ്മൾ ഓരോ ദീപങ്ങളെ പോലെ പ്രകാശിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രകാശിക്കുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുക, നന്മയാൽ തിന്മയെ ജയിക്കുക, സ്നേഹത്താൽ വെറുപ്പിനെ ജയിക്കുക. നമ്മൾ സ്നേഹിച്ചിട്ട് സ്നേഹത്താൽ വെറുപ്പിനെ ജയിക്കുമ്പോൾ അത്രയിടത്ത് ആ വെറുപ്പിൻ്റെ ആ ഇരുട്ടങ്ങോട്ട് മാറുകയാണ്. അത്രയിടത്ത് സ്നേഹത്തിൻ്റെ വെളിച്ചം വ്യാപരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ശുശ്രൂഷകളുണ്ടല്ലോ, ഈ ശുശ്രൂഷകൾ മൊത്തത്തിൽ സ്വർഗത്തും ദൈവം കാണുമ്പോൾ ഈ ഇരുട്ട് നിറഞ്ഞ പ്രപഞ്ചത്തിനകത്ത് മിന്നാമിനുങ്ങളെ പോലെ നമ്മളിങ്ങനെ അവിടെ ഈ വെളിച്ചം അങ്ങോട്ട് പ്രകാശിപ്പിക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ദൈവവും സ്വർഗ്ഗദൂതന്മാരും പുറത്ത്, ഈ സൃഷ്ടിക്ക് പുറത്താണ് അവർ ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. ഇത്രയും ഇരുട്ടും വെറുപ്പും വൈരാഗ്യവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നല്ലോ. നമ്മൾ ഓരോരും ഓരോ ലൈറ്റാണ്. നമ്മുടെ ഈ വെളിച്ചം ആകുന്ന സ്നേഹമാകുന്ന വെളിച്ചം, കരുണയാകുന്ന ദയയാകുന്ന വെളിച്ചം, അതാണ് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരാനുള്ളത്. നമ്മൾ ഒരുപാട് പേരൊന്നും വേണ്ട, ഉപ്പ് കുറച്ച് പോരെ ടേസ്റ്റ് ഉണ്ടാക്കാൻ. മുഴുവൻ നമ്മൾ കഴിക്കാൻ പോകുന്ന ആഹാരത്തിന് മുഴുവൻ ടേസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് ഉപ്പ് മതി. അതേമാതിരിയാണ് നമ്മൾ, കുറച്ച് മതി നമ്മൾ, പക്ഷെ നമ്മളെല്ലാത്തിനെയും ടേസ്റ്റി ആക്കും. വെളിച്ചം കുറച്ച് പോരെ, ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ ഈ മുറിയിൽ എത്ര വെളിച്ചം ഉണ്ടെന്ന്? വെളിച്ചം കുറച്ച് മതി. എന്നാൽ അതിനെ ഇരുട്ടിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കാനും പറ്റും. അത് ഇരുട്ടിൽ പ്രകാശിക്കുകയും ചെയ്യും. ആ ഇടത്ത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ദൈവം നമ്മളെ അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, ഇരുട്ടിൽ പ്രകാശിക്കാൻ. സ്വാദില്ലാത്തിടത്തൊക്കെ ദൈവത്തിൻ്റെ കൃപയാകുന്ന, സന്തോഷമാകുന്ന, സമാധാനമാകുന്ന, സ്നേഹമാകുന്ന സ്വാദ് പകർന്നു കൊടുക്കുക. അതാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ വിത്തുകളാണ്. അപ്പോൾ
അങ്ങനെ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ ശത്രുവിനെ ജയിക്കുകയാണ്. നമ്മൾ ഈ ശത്രുവിനെ, അപ്പോൾ കർത്താവ് ഓൾറെഡി ഇതിനെ ജയിച്ചു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ വെറുപ്പ്, സാത്താൻ, മരണം, ദ്രവത്വം, ഇതിനൊക്കെ ജയിച്ചിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സാത്താനെ നമ്മുടെ കാൽ കീഴായി ചതച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. സമാധാനത്തിൻ്റെ ദൈവമോ ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴായി ചതച്ച് കളയുമെന്ന് പറയുമ്പോൾ ആ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതിനെയൊക്കെ ചവിട്ടി മെതിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്താൽ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ നീതിയാൽ അനീതിയെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ക്രൂരതയെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ വ്യഭിചാരത്തെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ ജനറോസിറ്റി, മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കുന്ന ആ ഒരു മനസ്കതയാൽ സെൽഫിഷ്നെസ്സിനെയും അത്യാഗ്രഹത്തെയും കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ മറ്റുള്ളവരെ സേവിക്കുന്ന ആ മനോഭാവത്താൽ താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് സേവിക്കുന്നതിലൂടെ അഹങ്കാരത്തെ കീഴടക്കാനാണ്. അതിനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. അത് പിശാച് എന്ന് പറയുന്ന ഒരൊറ്റ ശത്രുവിനകത്ത് അടങ്ങുന്ന കാര്യമാണ്. കോപം, ക്രോധം, അഹങ്കാരം, പിന്നെന്തൊക്കെയാ, ദുർനടപ്പ്, അശുദ്ധി, പക, പിണക്കം, കയ്പ്, വിദ്വേഷം, വെറുപ്പ്, ഇതിനെയൊക്കെ നമ്മൾ കീഴടക്കുക. ഒരു ദിവസം നമ്മളിതിനെ കീഴടക്കുമ്പോൾ നമുക്ക് എതിരാളികളായിട്ട് പലരും വരും. ഇതൊക്കെ അകത്ത് അധികമായിട്ടുള്ളവർ വരും. അവരെയും നമ്മൾ സ്നേഹത്താൽ കീഴടക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ രാജ്യം നമ്മളിവിടെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മുമ്പേ വന്നവരും അതാണ് ചെയ്തത്. അവരും സ്നേഹത്തിൻ്റെ രാജ്യം ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സത്യം ഇവിടെ പ്രസ്താവിച്ചു കൊണ്ടേയിരുന്നു. അന്ത്യത്തേതിൽ അവർക്കും നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒരു രാജ്യമുണ്ടാകും. വെറുപ്പില്ലാത്ത, കയ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഹിംസയില്ലാത്ത, സത്യവും സന്തോഷവുമുള്ള സ്നേഹം വ്യാപരിക്കുന്നത്. അവിടെ നമ്മൾ വാഴുവാനായിട്ടിടയാകും. അതാണ്, നിങ്ങൾ എൻ്റെ സ്റ്റേറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ദിസ് വേൾഡ് വാസ് നോട്ട് ഫോർ ദം. ഈ ലോകമാണ് ഇപ്പോഴത്തെ ഈ സാത്താന് കീഴടങ്ങിയിരിക്കുന്ന ദ്രവത്വത്തിനും മരണത്തിനും വെറുപ്പിനും അനീതിക്കും കീഴടങ്ങിയിരിക്കുന്ന ഈ ലോകമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെങ്കിൽ നമുക്കൊന്നുമില്ല. നമുക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തെ തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ മടങ്ങിവരവിൽ. അന്ന് ആ സ്നേഹം നിറഞ്ഞ ലോകത്തിൽ നമ്മൾ വാഴുവാനായിട്ടിടയായിത്തീരും. അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം ശത്രുവായ പിശാചിനെ ബർത്തിമയുടെ ജീവിതത്തിൽ കാൽ കീഴായി ചതച്ച് കളഞ്ഞു. അന്നത്തെ ദിവസം എന്താ സംഭവിച്ചത്? ബർത്തിമയ്ക്ക് കാഴ്ച കിട്ടിയപ്പോൾ അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. പാപം ക്ഷമിച്ചു, ശാപം മാറിപ്പോയി, അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വന്നു, മരണം മാറിപ്പോയി, അവൻ്റെ ഫ്യൂച്ചറിൽ ഇനി ദ്രവത്വം ഉണ്ടാവില്ല, അവന് കുടുംബജീവിതം കിട്ടി, അവന് അച്ഛൻ്റെ ഓഹരി കിട്ടി, അവന് ഇനി ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. അവൻ പൂർണ്ണ അംഗമായി യഹൂദന്മാരുടെ ഫാമിലിയിൽ, യഹൂദന്മാരുടെ സിനഗോഗിൽ, യഹൂദന്മാരുടെ ആലയത്തിൽ, ദൈവരാജ്യത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ അങ്ങനത്തെയാണ്. ഒരൊറ്റ അത്ഭുതത്തിൽ മൊത്തത്തിലെല്ലാം മാറ്റി. എന്തിനാണ് കർത്താവ് ഇത് ചെയ്തത്? എന്ത് കാണിക്കാനാണ്? കർത്താവ് വരാനിരിക്കുന്ന രാജ്യം അത് കാണിക്കാനാണ്. അതിലേക്കുള്ളൊരു സ്നിപ്പറ്റ്, അതിലേക്കുള്ളൊരു വിൻഡോ മാത്രമാണ് ഈ ഒരു അത്ഭുതം. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, കർത്താവ് കരുണ കാണിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരിക്കലും ദ്രവിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത, എന്നേക്കുമായി ജീവിക്കുന്ന ആ ശരീരങ്ങൾ ലഭിക്കും. ആ രാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പഴയ സൃഷ്ടി മരിച്ചുപോയി. എൻ്റെ കൂടെ നിങ്ങളെന്ന് പറഞ്ഞ പഴയ സൃഷ്ടി മരണത്തിന് അധീനപ്പെട്ട് ഇല്ലാതായി. പുതിയ സൃഷ്ടി കർത്താവിൽ ഉയർത്തെഴുന്നേറ്റു, ഇനി എന്നേക്കും ജീവിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പഴയ സൃഷ്ടിയുടെയും പുതിയ സൃഷ്ടിയുടെയും ഉദാഹരണം എടുത്തുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നോ കയ്പ്, പക, വിദ്വേഷം ഇതൊക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതശൈലി മുഴുവനായിട്ട് മാറ്റണം. ആ ജീവിതശൈലിയാണ് പഴയ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇനി പുതിയൊരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾ വരണം. സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, വിശ്വസ്തത. ഈ പറയുന്ന ആ പുതിയ
ജീവിതശൈലിയാണ് ആത്മാവിൻ്റെ ഫലം. അതിലേക്ക് നിങ്ങൾ വരുമ്പോൾ പുതിയ സൃഷ്ടി ഇവിടെ വ്യാപരിക്കും. ആ പുതിയ സൃഷ്ടി ആണ് നിങ്ങൾ. ആ പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തികളിലൂടെ വ്യാപരിക്കുമ്പോൾ പുതിയ സൃഷ്ടി വരാൻ അധികം താമസിക്കില്ല. കുറേ കഴിയുമ്പോൾ ആ പാപത്തിനും മരണത്തിനും അധീനപ്പെട്ട പഴയ സൃഷ്ടി ഇല്ലാതാവും. കർത്താവ് മടങ്ങി വരും, ഇവിടെ പുതിയ സൃഷ്ടിയായിരിക്കും. അപ്പോൾ ആ ആദാം പാപം ചെയ്ത് ശാപത്തിന് അധീനപ്പെട്ട് മരണത്തിന് അധീനപ്പെട്ട് വന്നതാണ് പഴയ സൃഷ്ടി. കർത്താവായ യേശു ക്രിസ്തു ശാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും വെറുപ്പിനെയും കീഴടക്കി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ തുടങ്ങിയതാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ അംഗമാണ് നിങ്ങളെങ്കിൽ, ഈ പുതിയ രാജ്യത്തിൻ്റെ അംഗമാണ് നിങ്ങളെങ്കിൽ, സാത്താൻ്റെ രാജ്യം വിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗമാണ് നിങ്ങളെങ്കിൽ, സാത്താൻ്റെ രാജ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, വെറുപ്പിനും അനീതിക്കും ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിരിക്കുന്ന രാജ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം സ്നേഹം, ജീവൻ, നീതി, അതിന് കീഴ്പ്പെട്ടിരിക്കുന്ന രാജ്യത്തിലെ അംഗമാണ് നിങ്ങളെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളെയൊക്കെ ജയിച്ച്, വെറുപ്പിനെ ജയിച്ച് സ്നേഹത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം ഓരോ ദിവസവും ജീവിക്കുകയും പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രാജ്യം വരും. ഏറ്റവും ഒടുവിൽ ആ കർത്താവിൻ്റെ രാജ്യം വരും, കർത്താവ് മടങ്ങി വരും. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. സാത്താനെ അവൻ്റെ കാൽ കീഴായി അവൻ ചതച്ച് കളഞ്ഞു. ഇപ്പം നമ്മളിലൂടെ ചതച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം വരുമ്പോൾ പൂർണ്ണമായും ചതച്ച് കളയും. ദൈവം അനുഗ്രഹിക്കട്ടെ.